നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 1200 മീനമാസം 1 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് 8 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നത് മഹാഭാഗ്യമാണ്. ഇന്ന് രാവിലെ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. 8 വർഷത്തിന് ശേഷം വരുന്ന മഹാഭാഗ്യത്താൽ ഇനി മുതൽ ഇവർക്ക് പണം വാരിക്കൂട്ടുവാൻ കഴിയുന്ന സമയമാണ്. വൻതോതിൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ വരാൻ പോകുന്നത്. നല്ല തുടക്കങ്ങളും വ്യാപാര രംഗങ്ങളിൽ വളരെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നൂതനമായ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും അനുയോജ്യമായിട്ടുള്ളൊരു സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് തേടി വരുവാൻ പോകുന്നത്. മഹാഭാഗ്യവർഷം നിങ്ങൾക്ക് തുടങ്ങുകയാണ്. ധനാഭിവൃദ്ധിയും ഐശ്വര്യവും കുടുംബൈശ്വര്യവും കുടുംബ ചൈതന്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്ന ആ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് വരാൻ പോകുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന മഹാഭാഗ്യത്താൽ അതിസമ്പന്ന യോഗം കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി ഭഗവാന് കറുകമാല സമർപ്പിച്ച് നാളികേരം മുടച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക. ആ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും ഒഴിഞ്ഞ് വിഘ്നേശ്വര ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണിത്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം 1200 മീനമാസം 1 മുതൽ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കാണുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ട ഭഗവാൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ മുമ്പിൽ ഇരു കൈകളും കൂപ്പി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ ഈ ഒരു പൂജ സഹായിക്കുന്നതാണ്. ഒട്ടനവധി ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ആണെങ്കിൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ധാരാളം ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ആ കുടുംബത്തിന് സകലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അകലുന്ന സമയമാണ്. നിങ്ങൾക്ക് സൽകീർത്തി വർദ്ധിക്കുന്ന സമയം. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം ഇവർക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമയമാണ്. ഒട്ടനവധി മഹാഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വരും. വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും. അതായത് 1200
മീനം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഭാഗ്യാനുഭവങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും അസൂയ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വ്യക്തമായി പ്രകടമാകുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ സമയം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. വൻതോതിൽ സാമ്പത്തിക മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ സമയം ഗുണകരമായിട്ട് വരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാവും. 8 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വരാനിരിക്കുന്ന മഹാഭാഗ്യത്തെ നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നതായിരിക്കും. അനുഭവത്തിലേക്ക് വരാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക, പിതൃപ്രീതി നടത്തുക. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. കുടുംബക്ഷേത്രങ്ങളിൽ ആരാധനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നടത്തുക, അതിലൊക്കെ പങ്കുചേരുക. നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ നിങ്ങൾ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് വലിയ കാര്യങ്ങളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. വരുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ്. അത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ശരി, കുടുംബകാര്യങ്ങളിലായാലും ശരി, കുടുംബത്തിൽ വാഹനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ കഴിയുന്നതായിരിക്കും. കുടുംബസമേതമായിട്ട് ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനും മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർ. അതുമായി നിങ്ങൾ മുമ്പോട്ട് പോവുക. ഉറപ്പായി അതിനു മുമ്പായി തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങൾ മാറുവാൻ വേണ്ടി വിഘ്നേശ്വര ഭഗവാന് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എല്ലാ തടസ്സങ്ങളും കൂടാതെ അത് നടന്നു കിട്ടുവാൻ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉറപ്പായും അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമങ്ങൾ നടത്തുക. ജീവിതത്തിൽ ഉറപ്പായും സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അടുത്തടുത്ത് പുണർദം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. ഈ വരുന്ന 8 വർഷക്കാലത്തിന് ശേഷം വരാൻ പോകുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടിരുന്ന എല്ലാ വേദനകൾക്കുമുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകൾ തുറക്കപ്പെടുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് മഹാഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് മുന്നോട്ട് പോകുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്നുള്ളൊരു ഭാഗ്യദിനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ഈശ്വരൻ നിങ്ങൾ ഉറപ്പായും കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. രാജയോഗത്താലൊക്കെ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും വളരെ വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഉറപ്പായും ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. എല്ലാവിധമായ ഐശ്വര്യവും ആ കുടുംബത്തുണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്രങ്ങൾ ദർശിക്കുക, കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും വലിയ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാനും കാരണമായി തീരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ധനാഭിവൃദ്ധിയും ധന ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. മീനമാസം തുടങ്ങുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ കാത്തിരുന്ന ആ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ്. മനസ്സിലാഗ്രഹിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുന്നൊരു സമയവും കൂടിയാണ് നിങ്ങൾക്കിത്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. സമ്പന്നമായിട്ടുള്ളൊരു ഭാവി കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മക്കളെ കൊണ്ട് സന്തോഷങ്ങൾ നിൽക്കുന്ന സമയമാണ്.
മക്കൾക്ക് നല്ല ജോലി കിട്ടും. മക്കൾ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വിദേശ യാത്ര പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്ത് വളരെയധികം സന്തോഷം നിലനിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തിയൊക്കെ ഈ മീനമാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ കണ്ണീരിന് ഫലമുണ്ടായി തുടങ്ങുന്ന ഒരു സമയവും കൂടിയാണ്. ഇതുവരെയും അനുഭവിച്ച ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി ഇനി ഐശ്വര്യത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സമയമാണ്. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഈശ്വരനോട് നന്ദി അർപ്പിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതകാലങ്ങളെ മാറ്റിയെടുത്തതിനും ഈ ദുരിതകാലങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ മനസ്സിന് ആരോഗ്യം തന്നതിനും നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഭഗവാന്റെ പ്രാർത്ഥിക്കുക. ഉറപ്പായും വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്കും വിജയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. വലിയ തോതിലുള്ള ഉയർച്ചയും സന്തോഷവും ജീവിത സമാധാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുവാൻ പോകുന്നത്. വലിയ കടഭാരമേറി നിൽക്കുന്നവരാണെങ്കിൽ ആ കടഭാരത്തിനുള്ള പരിഹാരങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രതിസന്ധിയും പ്രയാസങ്ങളും അകലുന്നതായിരിക്കും. നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറുന്ന സമയമാണ്. എന്തു നോക്കിയാലും ശരി, കുടുംബത്തിൽ സർവ്വ ചൈതന്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു പക്ഷേ കഴിഞ്ഞ 8 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള സമയമായിരിക്കാം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആ ദുരിതകാലങ്ങളെല്ലാം മാറി ഇനി അങ്ങോട്ട് വലിയ തോതിലുള്ള ഐശ്വര്യവും ജീവിത വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക്, അതായത് ചോതി നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ധനാഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യദിനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. 1200 മീനമാസം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് ആ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സമ്പന്നതയും സൗഭാഗ്യവും കാര്യവിജയങ്ങളും പരാജയങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും വലിയ തോതിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങൾ ഉറപ്പായും ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വിദേശ യാത്ര വളരെ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അതായത് വലിയ കാശ് ചിലവേറിയ യാത്രകൾ പോലും ഇവർക്ക് ഇവരുടെ കഴിവും കാര്യപ്രാപ്തിയും ഈശ്വരാനുഗ്രഹങ്ങളോട് ലഭിക്കുന്നതോടുകൂടി തന്നെ അത് ചിലവ് ചുരുങ്ങി കിട്ടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ വിദേശത്തേക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഏത് മേഖല എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഉറപ്പായും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബദേവീ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ഇഷ്ട വഴിപാടുകൾ നടത്തുക. മഹാദേവ ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുക. മഹാദേവന് ധാര നടത്തുക, ഭസ്മാഭിഷേകം നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് സൗഭാഗ്യവും ഭാഗ്യങ്ങളും കുടുംബത്തിന് ഐശ്വര്യവും ചൈതന്യങ്ങളും നിലനിൽക്കുന്നതായിരിക്കും. ഇത് തുടർന്നും നിലനിൽക്കുന്നതിന് വേണ്ടി ഉറപ്പായും നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഒരു ഭാഗ്യം നമുക്ക് വന്നു ചേരുകയും ആ ഭാഗ്യത്തെ നിലനിർത്തേണ്ടതും ഈശ്വരൻ്റെ പ്രീതി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈശ്വര പ്രീതിക്ക് വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കുക, കുടുംബത്ത് വിളക്ക് തെളിയിക്കുക, കുടുംബത്ത് അതിരാവിലെയും വൈകുന്നേരവും കുടുംബത്ത് വിളക്ക് തെളിയിക്കുക, കുടുംബത്തോട് ഒത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യ പടി എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ തോതിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർ. 8 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം കടന്നു വരികയാണ്. അതൊരു നല്ല തൊഴിലെന്ന രൂപത്തിലാകാം, അതുമല്ലെങ്കിൽ ബിസിനസ്സിലെ നിങ്ങളുടെ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളെ മറികടക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും 1200 മീനമാസം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ്.
നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത്. നല്ല വാഹനങ്ങൾ മേടിക്കുവാനും നിങ്ങളുടെ മനസ്സിലെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും ഈശ്വരൻ കൊണ്ടുവരുന്നൊരു സമയമാണ്. ഈശ്വരൻ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സമയമാണ്. 8 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരും. ഇനി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് പണം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷികളാണെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തൊഴിൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് സംരംഭമായിട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉറപ്പായും ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്ത് നിൽക്കുന്നവർ ലോട്ടറിയൊക്കെ എടുത്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 8 വർഷത്തിന് ശേഷം സംഭവിക്കുവാൻ പോകുന്നത് മഹാഭാഗ്യമാണ്. വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്തതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞ് ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ദിവസങ്ങളാണ് 1200 മീനം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്.